അപ്പോൾ എൻ്റെ പേര് വൈശാഖ്. നിങ്ങൾക്ക് എല്ലാവർക്കും എന്നെ അറിയാം. പക്ഷേ ഒരുപാട് പുതിയ ആൾക്കാർ ഈ വർഷം നമുക്ക് ജോയിൻ ചെയ്തിട്ടുണ്ട്. അവർക്ക് വേണ്ടി ലെറ്റ് മീ ഇൻട്രൊഡ്യൂസ് മൈസെൽഫ്. മൈ നെയിം ഇസ് വൈശാഖ്. എല്ലാവരും ഓണമൊക്കെ അടിച്ചു പൊളിച്ചില്ലേ? താങ്ക് യു. അതിന് ആൻസി, നമ്മൾ ഓണം അടിച്ച് പൊളിച്ചില്ലേ എന്നൊരു പാസ്റ്റ് ടെൻസിൽ ചോദിക്കണോ? കാരണം മാർക്കിന്റെ ഓണം സ്റ്റിൽ ഓൺ ഗോയിങ് ആണ്. ആക്ച്വലി ഇന്നല്ലേ നമ്മുടെ യഥാർത്ഥ ഓണം. അത് കറക്റ്റാണ്. സോ ഹാപ്പി ഓണം ടു ഓൾ മാർക്ക് മെമ്പേഴ്സ് ആൻഡ് ഗെസ്റ്റ്സ്. On behalf of Mark Samadi, we welcome you all to Varnam 2025, proudly sponsored by Lifeline Protect Insurance and Mortgages, Crispy Dosha, Gia Travels, and Idivanikal Gold and Diamonds. മാർക്കിൻ്റെ ഈ വർഷത്തെ ഓണം പൊടി പഠിക്കാൻ നമ്മുടെ കുട്ടി പട്ടാളവും വലിയ പട്ടാളവും കൂടി ചേർന്ന് ഒരു പൂക്കളം പോലെ പലതരത്തിലുള്ള വിഭവങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. നിങ്ങൾ സംസാരിക്കാതിരിക്കൂ, പ്ലീസ് സംസാരിക്കാതിരിക്കൂ ദയവ് ചെയ്ത്. പൂക്കളവും വിഭവങ്ങളെയും കുറിച്ച് ആൻസി പറഞ്ഞു. പക്ഷെ നമ്മുടെ വിഭവസമൃദ്ധമായ സദ്യയും നമ്മൾ ഒരുക്കിയിരിക്കുന്ന ഓണക്കളികളും, മഴ നമ്മുടെ പ്രകൃതി കാത്താൽ നമുക്ക് ഓണക്കളികളും കളിക്കാം. അതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ല. ഓണക്കളി എല്ലാം നമുക്കിന്നുണ്ട്. നമ്മുടെ മാർക്കിൻ്റെ മെമ്പേഴ്സ് എല്ലാവരും ഒരുമിച്ച് കൂടി ഈ ഒരുമയുടെ ഓണാഘോഷത്തിന് നമുക്ക് ഒരു വെൽക്കം, നമുക്കൊരു പ്രയർ സോങ്ങോട് കൂടി സ്റ്റാർട്ട് ചെയ്യാം. So now welcome prayer song. നമ്മുടെ വെളിയിൽ കിടക്കുന്ന ഒരു ഓഡി Q2 RE24BZV ആണെന്ന് തോന്നുന്നു. ഓഡി Q2 ഒന്ന് മാറ്റണം. അവിടെ ഇംഗ്ലീഷുകാർ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. മോനെ ഒന്ന് മാറ്റിക്കടാ. എല്ലാവരും നമ്മുടെ പ്രാർത്ഥനാ ഗാനത്തിന് വേണ്ടി എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിൽക്കുകയാണെങ്കിൽ ഉപകാരമായിരിക്കും. താങ്ക് യു. Thank you, Anirudh Vishwanathan, Dhruv Rahul, Anvida Pramul, Olivia Nimesh, Helen Select,
for the beautiful prayer song. നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ ഓണത്തിൻ്റെ എല്ലാ ആചാരങ്ങൾക്കും ഒരു വൈവിധ്യമുണ്ട്. അതിപ്പോൾ പൂക്കളമായാലും സദ്യ ആയാലും പലതരത്തിലുള്ള പൂക്കളുകളും വിഭവങ്ങളും എല്ലാം ചേരുമ്പോഴാണ് അതിൻ്റെതായ ഒരു ഭംഗി വരുന്നത്, അല്ലേ? അതുപോലെ തന്നെയാണ് നമ്മുടെ കേരളത്തിലെ പല ഭാഗത്തും ഓണം ആചരിക്കുന്ന രീതികളും. തിരുവിതാംകൂർ ഭാഗത്താണെങ്കിൽ അവിടെ വള്ളംകളിയും വള്ളസദ്യയും ഒക്കെയാണ് പ്രാധാന്യം. എന്നാൽ മധ്യ കേരളത്തിലോട്ട് വരുമ്പോൾ അവിടെ മെയിനായിട്ട് പുലിക്കളിയും ഓണത്തപ്പനും ഒക്കെയാണ്. നമ്മുടെ വടക്കൻ കേരളത്തിൻ്റെ കാര്യം പറഞ്ഞാലോ, ഞാൻ വടക്കൻ കേരളത്തിൽ നിന്നാണ്. ഞാനൊരു കണ്ണൂരുകാരനാണ്. ഇവിടെ എൻ്റെ കണ്ണൂരുകാരും വടക്കൻ കേരളത്തിൽ നിന്ന് ആൾക്കാർ വളരെ കുറവാണ്. എന്നിരുന്നാലും വടക്കൻ കേരളത്തിൽ മാത്രം കണ്ടുവരുന്ന ഒരു തരം പാതിര കാറ്റുണ്ട്. അയ്യോ സോറി, ഞാൻ സിനിമാ ഡയലോഗിലേക്ക് വ്യതിചലിച്ചു. പക്ഷെ വടക്കൻ കേരളത്തിൽ മാത്രം കണ്ടുവരുന്ന ചില ഓണം ആചാരങ്ങളുണ്ട്. അതായത് ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് നമ്മൾ രാവിലെ എഴുന്നേറ്റ് ഓണത്തിൻ്റെ അന്ന് എന്താ ചെയ്യുക? നമ്മൾ രാവിലെ എഴുന്നേക്കും, കുളിച്ച് എന്താ പറയുക, സുന്ദര കുട്ടപ്പനായി ഓണക്കോടിയൊക്കെ അണിഞ്ഞ് നമ്മൾ അമ്പലങ്ങളും പള്ളികളിലൊക്കെ പറ്റുവാണെങ്കിൽ ഒന്ന് പോയി. കണ്ണൂർ ഭാഗത്ത് ഞങ്ങൾ തിരിച്ച് വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ പോകുന്നൊരു സ്ഥലമുണ്ട്. ആർക്കെങ്കിലും പറയാൻ പറ്റുമോ അത് എവിടാണെന്ന്? ഷാപ്പിൽ പോകാറായിട്ടില്ല, അത് കുറച്ചുകൂടെ വൈകുന്നേരം. ഞാൻ കുട്ടിക്കാലത്തെ കാര്യമാണ് പറയുന്നത്. ഞങ്ങൾ നേരെ പോകുന്ന, കണ്ണൂരുകാർ നേരെ പോകുന്ന ഒരു സ്ഥലമുണ്ട് തൊട്ടടുത്തുള്ള ചിക്കൻ സ്റ്റോളിലേക്ക്. അതെ, ഞങ്ങൾ കണ്ണൂരുകാർക്ക് നല്ലൊരു ബിരിയാണി ഇല്ലാതെ ഓണം ചിന്തിക്കാൻ കൂടെ പറ്റത്തില്ല. അപ്പം ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ കേരളത്തിൽ ഓണം ആഘോഷിക്കുന്ന രീതി ഒരുപാട് ഡിഫറെൻ്റ് ആണ് പലയിടങ്ങളിലും. പക്ഷേ ഇപ്പം ഞാൻ കണ്ണൂരിൻ്റെ എക്സാമ്പിൾ പറഞ്ഞല്ലോ, ഓണം എന്ന് പറയുന്നത് എൻഡ് ഓഫ് ദി ഡേ നമ്മൾക്ക് സന്തോഷവും ഇതും തരുന്ന എന്തും നമുക്ക് ഓണത്തിനോട് ചേർക്കാൻ പറ്റുന്ന ഒന്നാണ്. ഇപ്പം ഞാൻ എൻ്റെ കണ്ണൂർ ഓണം വിശേഷങ്ങൾ നിങ്ങളോട് പറഞ്ഞു. നമുക്ക് ആൻസിയോട് ചോദിക്കാം, ആൻസിയുടെ കുട്ടിക്കാലത്തെ ഓണത്തിലുള്ള എന്തെങ്കിലും ഓർമ്മകൾ പങ്കുവെക്കാൻ പറ്റുമോ? എൻ്റെ കുട്ടിക്കാലത്തെ ഓണത്തിൻ്റെ ഓർമ്മ എന്ന് പറയുമ്പോൾ ഓണത്തിന് സ്കൂൾ അടയ്ക്കാൻ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതും അമ്മ വീട്ടിൽ പോകുന്നതൊക്കെയാണ്. അവിടെ നമ്മളെല്ലാ കസിൻസും വരും, ഒത്തിരി പേരുണ്ടാവും. അപ്പോൾ നമ്മളെല്ലാവരും ഈ പറമ്പിലും പാടത്തുമൊക്കെ നടന്ന് പൂക്കളം ഇടാനായിട്ട് പൂക്കളുകളും ഇലകളും മുക്കുറ്റി തുമ്പ ഇതെല്ലാം പറിച്ച് ചെറിയ പൂക്കളം ഇടുന്നതാണ് മെയിനായിട്ട് എൻ്റെ കുട്ടിക്കാലത്തെ ഓണം മെമ്മറി. അതെ, കുട്ടിക്കാലത്തെ നമ്മൾ ഓണത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഉറ്റുനോക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മൾക്ക് ചെറുപ്പത്തിലുണ്ടായിരുന്നല്ലേ. പക്ഷെ നമ്മളിപ്പോൾ വളർന്നിപ്പം ഞാൻ UK വന്നിട്ട് ഇപ്പം ഒരു 10 വർഷത്തിന് മേലെയായി. ഇപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഉറ്റുനോക്കുന്നത് മാർക്കിൻ്റെ ഓണത്തിന് വേണ്ടിയാണ്. കാരണം നമ്മുടെ അസോസിയേഷൻ്റെ ഏറ്റവും വലിയ പ്രോഗ്രാമാണ് ഇന്നിവിടെ നടക്കുന്നത്. ഇപ്പം നമ്മൾ ഒരുപാട് പുതിയ ആൾക്കാർ ഈ വർഷം നമുക്ക് ജോയിൻ ചെയ്തിട്ടുണ്ട്. നമുക്ക് അവർക്ക് വേണ്ടി ഒരു ക്വിക്ക് ഇൻട്രോ അബൌട്ട് മാർക്ക് എന്ന് പറയുന്ന ഈ അസോസിയേഷൻ 2010 സ്ഥാപിതമാവുന്നത്. അപ്പം നിങ്ങൾ വിചാരിക്കുമോ 15 വർഷം കഴിഞ്ഞു, മാർക്ക് തുടങ്ങിയ ആൾക്കാരൊക്കെ ഇപ്പം ചിലപ്പോൾ മൂവ് ഓൺ ചെയ്ത് കാണുന്നു. ആക്ച്വലി മാർക്കിൻ്റെ സ്ഥാപക മെമ്പേഴ്സിൽ ഒരുവിധപ്പെട്ട എല്ലാവരും ഈ ഹാളിൻ്റെ പല ചുറ്റുവട്ടത്തായിട്ട് നിൽപ്പുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ സത്യം. നമ്മൾ ഇപ്പം 15 വർഷം കഴിഞ്ഞ് നിൽക്കുമ്പോൾ ഒരു 40 ആൾക്കാരിൽ നിന്ന് തുടങ്ങിയ മാർക്ക് ഇന്ന് ഒരു 80 ചില്ലുവാനും ഫാമിലീസായിട്ട് വളർന്നിരിക്കുകയാണ്. അതിൽ ഒരുപാട് പേരുടെ പ്രയത്നവും ഒരുപാട് പേരുടെ ഗുഡ് വില്ലും എല്ലാം ഉണ്ട്. അതാണ് ഇന്ന് മാർക്കിനെ ഈ ഒരു ഇതിലേക്ക് കൊണ്ടെത്തിക്കുന്നത്. അപ്പം ഞാൻ വേറൊരു കാര്യം ആൻസി ഞാൻ ആലോചിക്കുന്നത്, ഞാൻ മാർക്കിൽ ജോയിൻ ചെയ്ത് 2015. അപ്പം അന്ന് ഈ കുരുന്നുകൾ, ചെറിയ കുട്ടികളില്ലേ, ഇതുപോലുള്ള കുട്ടികളാണ് ഇപ്പം ജോലി എടുത്തു പോയിട്ട് വരുന്നതും യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന കുട്ടികളായിരിക്കുന്നത്. ഇപ്പം മാർക്ക് എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ഫാമിലി തന്നെയാണ്, ഒരു കൊഹസീവ് ഫാമിലിയാണ് മാർക്ക്. നമ്മുടെ ഇന്നത്തെ മോസ്റ്റ് ഓഫ് ദ മെയിൻ ആങ്കേഴ്സും യൂത്ത് തന്നെയാണ്. So with great pleasure we now invite Cheryl and Anna to take the stage. Let's give them a big round of applause. Cheryl and Anna on the stage, please. Over to you both. Thank you. Thank you, Vaishak and Nancy. Good morning to you all. I'm Anna. And I'm Cheryl. And happy Onam to you all. നമ്മുടെ മാർക്കിൻ്റെ ഓണം സെലിബ്രേഷൻ വർണ്ണം 2025 ഇത് ആരംഭിക്കാൻ പോകുന്നു. അതിനു മുമ്പായി നമുക്ക് ഐശ്വര്യമായിട്ട് ദീപം തെളിച്ചു തുടങ്ങിയാലോ? Yes, of course. We need to carry out the lamp lighting ceremony. Can we please welcome to the stage all the Mark Samudi members, Anil Sebastian, Ansi Joe, Asha Poulos, Nichelle Dennis, Karen Manyali, Abin Sunny, Alan Manyali, Lindu Cherugatu, and Vaishak Menon to the stage for the inauguration.
ഇന്ന് നമ്മുടെ കൂടെ നമ്മുടെ ഓണം പങ്കിടാൻ വേണ്ടി യുക്മയുടെ പ്രസിഡന്റ് എബി സെബാസ്റ്റ്യൻ സർ കൂടെ ഇവിടെ ഉണ്ട്. ഞാൻ എബി സെബാസ്റ്റ്യനെ ഞാൻ സ്റ്റേജിലേക്ക് ക്ഷണിക്കുകയാണ്. ഇവിടെ അടുത്തെങ്ങാനും ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്യും. വൈഫും എബി സെബാസ്റ്റ്യനും വൈഫും 2 പേരുണ്ട്. നമ്മുടെ ഇന്നത്തെ ഈ വർണ്ണം 2025 ഈ ഒരു തിരി തെളിക്കുന്നത് കൂടി നമ്മൾ ഉദ്ഘാടനം ചെയ്യുകയാണ്. നിങ്ങളുടെ എല്ലാവരുടെയും നിറഞ്ഞ സപ്പോർട്ട് ഈ പരിപാടിക്ക് വേണ്ടി വേണം. ഇന്ന് നമ്മുടെ ചീഫ് ഗസ്റ്റായിട്ട് വന്നിരിക്കുന്ന നമ്മുടെ എബി ചേട്ടൻ, എബി സെബാസ്റ്റ്യൻ, യുക്മയുടെ പ്രസിഡന്റിന് 2 വാക്കുകൾ പറഞ്ഞുകൊണ്ട് ഈ ഒരു തിരിതെളിക്കൽ കർമ്മത്തിലേക്ക് നമ്മൾ കടക്കുന്നതായിരിക്കും. ഏറ്റവും സ്നേഹം നിറഞ്ഞ മാർക്കിൻ്റെ പ്രസിഡന്റ് അനിൽ സെബാസ്റ്റ്യൻ, അതുപോലെ യുക്മയുടെ റീജിയണൽ ജോയിൻറ്റ് ട്രഷറർ കൂടിയായ വരുൺ നായർ, മറ്റ് മാർക്കിൻ്റെ ഭാരവാഹികളെ, സ്നേഹം നിറഞ്ഞ റെഡിങ്ങിലെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആദ്യമേ തന്നെ നിങ്ങൾക്കെല്ലാവർക്കും യുക്മയുടെ ഭാഗത്തു നിന്നുള്ള ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരുകയാണ്. റെഡിങ് എന്ന് പറയുന്ന പട്ടണം യുക്മയുടെ ചരിത്രത്തിൽ ഏറ്റവും അധികം പ്രാധാന്യമുള്ള ഒന്നാണ്. കാരണം യുക്മയുടെ റീജിയണൽ കമ്മിറ്റികൾ രൂപീകരിക്കുന്നതിൻ്റെ ആദ്യത്തെ കോൺഫറൻസ് നടന്ന പട്ടണം റെഡിങ് ആണ്. അതുപോലെ തന്നെ യുക്മ ലോകമെമ്പാടും കലാമേളകൾ മാതൃകാപരമായ രീതിയിൽ സംസ്ഥാന സ്കൂൾ യൂത്ത് ഫെസ്റ്റിവൽ പോലെ നടത്തുന്ന കലാമേളകൾക്ക് തുടക്കം കുറിച്ച് ആദ്യത്തെ കലാമേള നടന്നതും റെഡിങ്ങിലാണ്. ഞാൻ ഒരു കാര്യം കൂടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഓണം എന്ന് പറയുന്നത് നമ്മുടെ ഐക്യത്തിൻ്റെ ഒരു ഉത്സവമാണ്. നമ്മുടെ സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും നമ്മുടെ സഹവർത്തിത്വത്തിൻ്റെയും സഹകരണത്തിൻ്റെയും എല്ലാം ആകത്തുകയായ മലയാളികളുടെ ഐക്യത്തിൻ്റെ ഒരു ഉത്സവമാണ്. എൻ്റെ അറിവിൽ ഈ UK ഒരേ പട്ടണത്തിൽ 2 അസോസിയേഷനുകൾ ഒരുപോലെ മത്സരിച്ച് നിന്നിരുന്ന പടുകൂറ്റനായ 2 അസോസിയേഷനുകൾ ഒറ്റക്കെട്ടായി മാറിയതിന് ശേഷം 15 വർഷക്കാലമായി ഐക്യത്തോടുകൂടി പോകുന്ന ഈ റെഡിങ് നഗരത്തിലെ ഏക മലയാളി അസോസിയേഷനായ മലയാളി അസോസിയേഷൻ ഓഫ് റെഡിങ് കമ്മ്യൂണിറ്റിയുടെ മുഴുവൻ ആളുകളോടും ഒരൊറ്റ കാര്യമേ പറയാനുള്ളൂ. ഈ ഐക്യത്തിൻ്റെ സന്ദേശം, ഓണത്തിൻ്റെ സന്ദേശം നിങ്ങളാണ് ലോകമെമ്പാടുമുള്ള പ്രവാസി മലയാളികൾക്ക് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകാമെന്നുള്ളത് കാണിച്ചു കൊടുത്തത്. നിങ്ങൾക്കെല്ലാവർക്കും ഓണത്തിൻ്റെ ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു ബേബി ചേട്ടാ. ഇനി നമ്മുടെ തിരി കത്തിക്കുന്ന സെറമണിക്കായിട്ട് എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിൽക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. Thank you, Mark Samadhi, for gracefully inaugurating Varnam 2025. And now let's invite the president of Mark Samadhi, Anil Sebastian, for the welcome speech and Onam message. എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട മാർക്കിലെ കുടുംബാംഗങ്ങളെ,
അവരുടെ കൂടെ വന്നിരിക്കുന്ന അതിഥികളെ എല്ലാവർക്കും എൻ്റെ കൂപ്പുകൈ. ഒരു ദീർഘമായ ഒരു ആമുഖത്തിന് ഞാനിവിടെ തുനിയുന്നില്ല. എബിച്ചേട്ടനും പിന്നെ അതുപോലെ വൈശാഖുമെല്ലാം കുറേ ആമുഖം ഈ പരിപാടിയുടെ ഒരു നല്ലൊരു ഇൻട്രൊഡക്ഷൻ എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്. എന്നാൽ പോലും ഓണം ആയത് കാരണം ജസ്റ്റ് 2 വാക്കുകൾ മാത്രം ഓണത്തെക്കുറിച്ച് പറയുന്നു. നമ്മുടെ മലയാളികളുടെ ഒരു ദേശീയ ഉത്സവം മാത്രമല്ല ഓണം. നമ്മുടെ സംസ്കാരത്തിൻ്റെയും നമ്മുടെ പാരമ്പര്യത്തിൻ്റെയും ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ ഒരു ഉത്സവം. നമുക്കറിയുന്ന പോലെ ഈ ഓണം ഇപ്പോൾ കേരളത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല. രാജ്യാന്തര രാജ്യങ്ങളിൽ തന്നെ ഓണം വളരെ വിഖ്യാതപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ഈ ഓണം കേറാമൂല എന്നുള്ള ഒരു പദപ്രയോഗം നിങ്ങൾക്കറിയാമല്ലോ. അതിനർത്ഥം ഓണം കടന്നു ചെല്ലാത്ത, ഓണത്തിൻ്റെ കൈകളും കരങ്ങളും ചേരാത്ത ഒരു നാട് പോലും ഈ ഭൂലോകത്തിലില്ല. നമ്മൾ മലയാളികൾ ഉള്ളിടത്തോളം നമ്മുടെ മഹാബലിയും ഓണപ്പാട്ടും ഓണസദ്യയും ഓണക്കളികളും എല്ലാം ഇവിടെ എത്തിച്ചേരുന്നു. ഓണത്തല്ല് മാത്രം എനിക്ക് വേണ്ട. പറഞ്ഞിരിക്കെ നിങ്ങൾക്കറിയുന്ന പോലെ നമ്മുടെ ഈ മഹാബലി എന്ന അസുര ചക്രവർത്തിയെ വാമനൻ എന്ന മഹാവിഷ്ണു പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തി. അതാണ് ഐതിഹ്യം. അപ്പോൾ ഈ പൊന്നോണ ഈ ഒരു തിരുവോണ ദിവസം മഹാബലി പാതാളത്തിൽ നിന്നും തൻ്റെ പ്രിയപ്പെട്ട പ്രജകളെ കാണാനായിട്ട് കൊല്ലത്തിൽ ഒരിക്കൽ ഇവിടെ വരുന്നു. അത് നിങ്ങൾ വിചാരിക്കും നമ്മുടെ നാട്ടിൽ 4 കൊല്ലത്തിൽ ഒരിക്കൽ നമ്മുടെ ഭരണകർത്താക്കൾ ഇലക്ഷന് വേണ്ടി വോട്ട് പിടിക്കാൻ വരുന്ന പോലെയാണെന്ന് വിചാരിക്കും. പക്ഷേ അങ്ങനെ അല്ലായിരുന്നു. അവിടെ ഒരു സമത്വത്തിനു വേണ്ടിയുള്ള ഒരു ശ്രമമായിരുന്നു നമ്മുടെ മഹാബലിയുടെ. കഴിഞ്ഞ വർഷം ഇതേ സ്റ്റേജിൽ ഞാൻ നമ്മുടെ കവി, അതായത് കാലഘട്ടം 9-ാം നൂറ്റാണ്ടിൽ പാടിയ ഒരു 4 വരി ഇവിടെ പാടിയായിരുന്നു. ആരെങ്കിലും ഓർക്കുന്നുണ്ടോ ആ പാട്ട്? മാവേലി നാടുവാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം പറഞ്ഞു. ആപത്തൊന്നാർക്കുമൊട്ടില്ല താനും. ഓർക്കുന്നില്ലേ? അതെ. അപ്പം ഈ മഹാബലി അന്ന് ശ്രമിച്ചത് ഒരു സമത്വത്തിനു വേണ്ടിയായിരുന്നു. അപ്പോൾ ഇന്നത്തെ നൂറ്റാണ്ടിൽ നമ്മൾ ഈ ശാസ്ത്രഗണിത ഗവേഷണങ്ങളൊക്കെ അങ്ങ് മുനം തട്ടി നിൽക്കുമ്പോൾ നമ്മുടെ യുവതലമുറയ്ക്കും ഇതുപോലെ സമത്വത്തിനു വേണ്ടി ശ്രമിക്കുന്ന ഒരു സ്വഭാവമുണ്ട്. എവിടെയാണെങ്കിലും നിങ്ങൾക്കറിയാം, ജസ്റ്റിസ്, ഡിസ്ക്രിമിനേഷന് എതിരായിട്ടുള്ള അവരുടെ ഓരോ പരിശ്രമങ്ങൾ, ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് സമൂഹത്തിൽ യൂത്തിൻ്റെ ഭാഗത്ത് നിന്ന് നമ്മൾ കണ്ടുവരുന്നത്. നമ്മുടെ ഈ ചന്ദ്രയാൻ 3, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, കൃത്രിമ ബുദ്ധി, പിന്നെ mRNA വാക്സിൻ എന്ന് പറയുന്ന ഈ പ്രപഞ്ചത്തെ ഇന്ന് അടക്കി പിടിച്ചിരിക്കുന്ന ടെക്നോളജികൾ മൊത്തം അത്രമാത്രം കഠിനമല്ലാത്ത ഒരു ചെറിയ ഒരു സന്ദേശമാണ് പക്ഷേ ഓണം ഇന്ന് നമുക്ക് തരുന്നത്. അത്രയും കഠിനമല്ല. നമ്മുടെ അയൽവക്കക്കാരനോട് നമ്മളൊരു ഹാപ്പി ഓണം പറയുക, അവരോട് ചെന്നൊരു കുശലം പറയുക, അവരുടെ സങ്കടങ്ങളിൽ നമുക്ക് കൂടെ ഒന്ന് ചേരാൻ പറ്റുക. ഇങ്ങനെ വളരെ ചെറിയ ലളിതമായ ഒരു സന്ദേശമാണ് ഓണം നമുക്ക് എല്ലാവർക്കും തരുന്നത്. അപ്പോൾ സ്നേഹത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും മാനവികതയുടെയും അജണ്ടയായ സന്ദേശമായ ഈ പൊന്നോല പുലരിയിലേക്ക്, വർണ്ണം 2025ലേക്ക് എൻ്റെ മാർക്ക് കുടുംബങ്ങളെ എല്ലാം ഞാൻ ഹൃദ്യമായി സമിതിയുടെ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. വൈവിധ്യമാർന്ന നിറമാർന്ന നിരവധി പരിപാടികളാണ് ഇവിടെ ആപാലവൃത്തം ജനങ്ങൾ റെഡിയാക്കിയിട്ടുള്ളത്. അവരുടെ പരിശ്രമങ്ങൾ ദിനരാത്രങ്ങൾ നീണ്ടു വന്നതാണ്. എനിക്കറിയാം, നിറഞ്ഞ മനസ്സോടും കയ്യടിയോടും കൂടി നിങ്ങൾ ഇവരെ എല്ലാം സ്വീകരിക്കുമെന്ന് എനിക്കറിയാം. എന്നിരുന്നാൽ പോലും നമുക്ക് കണ്ടും കഴിച്ചും ആസ്വദിച്ച് ഈ ഒരു ദിനം മാർക്കിൽ മറ്റൊരു അനശ്വര ദിനമായി ചരിത്രത്തിൽ എഴുതപ്പെടട്ടെ എന്ന് ആഹ്വാനം ചെയ്തുകൊണ്ടും അപേക്ഷിച്ചുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. Thank you, Anu Sebastian, for the lovely speech. Hey Anna, what's next now? നമ്മുടെ ഇനാഗ്രേഷനും കഴിഞ്ഞു, വെൽക്കം സ്പീച്ചും കഴിഞ്ഞു. ഇനി നമുക്ക് ഒരു ഓണം മൂഡിലോട്ട് കടന്നാലോ? Oh yes, let's welcome the cute dancing bees. Clara Tony, Kalyani Padma Menon, Leona Roy, Marianne Jobin, Naira Simon, Parvati Vishwadhan, Zara Sebastian, Cedric Sijoy, Jacob Jobgan, Victor Peggy, Vihan Vishnu to the stage.
Yeah. So do we go to the other side? Okay. നീ കൊണ്ടുപോയി സന്തോഷം ശാന്തി കൊല്ലുന്ന വ്യാധി നീരായി പോകൂടി നിന്റെ തലയ്ക്ക് കിഴക്ക് വിളിക്കട്ടെ പഠിച്ചതൊക്കെയും മറക്കട്ടെ കഴിച്ചതൊക്കെയും വയറ്റിലെ ഇളകി മറിയട്ടെ നിന്റെ ഉടുപ്പിലുറുമ്പ് ഉടങ്ങട്ടെ തലങ്ങും വിലങ്ങും അടിക്കട്ടെ ചൊറിഞ്ഞു കരഞ്ഞു മെഴുകട്ടെ മെഴുകട്ടെ ബേബി 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 നീ what are you doing baby 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 നീ what are you doing baby നാട്ടാരെ പ്രാകണ baby നിന്റെ വീട്ടാരും പ്രാകണ baby 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 നീ what are you doing baby 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 നീ what are you doing baby നാട്ടാരെ പ്രാകണ baby നിന്റെ വീട്ടാരും പ്രാകണ baby നാട്ടാരെ പ്രാകണ baby നിന്റെ വീട്ടാരും പ്രാകണ നോക്കിച്ചേക്ക പച്ച പരിഷ്കാരി പച്ച മലയാളി പുരുഷ മുതലാളി മദ്യം മദിരാശി വായെടുത്താൽ വായാടി വാക്കെടുത്താൽ വാക്കത്തി പോരെടുത്താൽ പോരാളി തോക്കെടുത്തിട്ട് സിംഗിൾ ആൻഡ് റെഡി ടു മിംഗിൾ ജംഗിളിൽ ഞാൻ തന്നെ സിംഗം ഈ പെൺപിള്ളമാരെല്ലാരും നോക്കി വെള്ളം ഇറക്കുന്ന മൊരട്ട് സിംഗിൾ ആ ശിങ്കാരി മേളത്തിത്തുള്ളു ആ ചങ്കതള്ളി പോലെ കണ്ണ് നടരാജന് നേതിച്ച പുല്ലിത് തഞ്ചാവൂര് മാണിക്കക്കല്ല് back in the game പച്ച പരിഷ്കാരി പുതിയ നെയിം സിമ്പിൾ ആയി ഡ്രസ് ധരിക്കില്ല ഡ്രിപ്പാണ് മെയിൻ 22 ക്യാരറ്റ് ചെയിൻ പിക്കൊക്കെ ഇൻസ്റ്റൈൽ പൂശുമ്പോ പിള്ളേര് ചോദിക്കും എന്താണ് ചേട്ടന്റെ എയിം നമ്മള് പള്ളിക്കൂട്ടം തൊട്ടേ പാട്ട വരമ്പത്ത് പാട്ടും പാട്ടി നടന്നത്ര കാലം പിന്നെ ബീറ്റ് എടുത്തിട്ട് റാപ്പടിച്ചപ്പോ തീപ്പൊരി തീ പിടിച്ചെന്റെ മൂട്ടില് മിനി നേരം കൊണ്ടൊരു മാതിരി കാറ്റടിച്ചപ്പോ കാട്ടുതീ കമ്പി തിരിയില്ലാത്തിരി തീപ്പെട്ടി കൊണ്ട് തീ കൊടുത്താലുല്ലാസ പൂത്തിരി പച്ച പരിഷ്കാരി പച്ച മലയാളി പുരുഷ മുതലാളി മദ്യം മദിരാശി വായെടുത്താൽ വായാടി വാക്കെടുത്താൽ വാക്കത്തി പോരെടുത്താൽ പോരാളി തോക്കെടുത്തിട്ട് പറക്കണ പൂവേ 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 കളറാവട്ടെ ചിരി 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 ചിരിക്കണ
ഓണം മൂട് ഏത് മൂട് പൂക്കളം മൂട് ഏത് മൂട് മുണ്ട് മൂട് ഏത് മൂട് സാരി മൂട് ഏത് മൂട് സദ്യ മൂട് ഏത് മൂട് പായസം മൂട് ഏത് മൂട് പപ്പടം മൂട് ഏത് മൂട് ഓണം മൂട് ഏത് മൂട് അത്തം മൂട് ഏത് മൂട് പൂക്കളം മൂട് ഏത് മൂട് മുണ്ട് മൂട് ഏത് മൂട് സാരി മൂട് ഏത് മൂട് സദ്യ മൂട് ഏത് മൂട് പായസം മൂട് ഏത് മൂട് പപ്പടം മൂട് ഏത് മൂട് ഓണം മൂട്. Thank you so much to the Dancing Bees. You guys were all buzzing with energy for a fantastic performance filled with plenty of honor mood. Okay, so me and Anna are taking a short break. We'll be back soon. We're now going to hand over to Vaishak and Ansi. Shall we hand it to them? Okay, yeah. Oh, okay. We'll just leave that. Thank you. മാർക്കിലെ ലേഡീസ് ഡ്രാമ ടീം അവതരിപ്പിക്കുന്ന രണ്ടാമത് നാടകമാണ് അടുത്തതായി. കഥ, സംവിധാനം, സംഭാഷണം ദീപ്തി കൃഷ്ണൻ. എല്ലായിടത്തും ഓണാഘോഷം പൊടിക്കുകയാണല്ലോ. ഈ സ്റ്റേഷനിൽ കൂടി ഒരെണ്ണം വെക്കായിരുന്നു. അതെങ്ങനെയാ? ഓണായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പണിയോ പണിയല്ലേ. ഗുഡ് മോർണിംഗ് മാഡം. ഇത് എൻ്റെ കന്നി പോസ്റ്റിംഗ് ആണ്. ആ, അത് കണ്ടപ്പോഴേ തോന്നി. എന്തേ മാഡം? അല്ല, കന്നിയാണെന്ന്. അയ്യോ, കന്നിയല്ല മാഡം, കന്നി. KANNI, കന്നി. കന്നിയോ? അതിന് ഇത് ചിങ്ങോ അല്ലേടോ? അയ്യോ മാഡം, കന്നി എന്ന് പറഞ്ഞ ആദ്യത്തെ പോസ്റ്റിംഗ് ആണെന്ന്. ഓ അങ്ങനെ. എന്നാ ഇതങ്ങ് ആദ്യം പറഞ്ഞ പോരായിരുന്നോ? അല്ല, അത് ഞാനൊന്ന് കൊളോക്കിയലി പറഞ്ഞെന്നേ ഉള്ളൂ. അയ്യോ, ഇതെന്താ മാഡത്തിന്റെ നെറ്റിയിലൊരു മുറിവ്? താനിതെന്താ ചെയ്യുന്നേ? ഈ കൺട്രികളായ നാട്ടുകാർക്ക് എന്നെ ഒരു വിലയില്ല. അതുകൊണ്ടൊരു ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ തന്നെ ഇത് വരച്ചു വെച്ചിരിക്കുന്നതാ. ഇതൊന്നും മായ്ച്ചു കളയാതെ പോടോ. എൻ്റെ ആദ്യത്തെ കേസ് വന്നല്ലോ. കണ്ടിട്ട് ഏതോ ഓണാഘോഷത്തിന്റെ വള്ളി കെട്ടാൻ തോന്നുന്നു. വരൂ മാഡം, എന്താണ് പരാതി? നമസ്കാരം. എൻ്റെ പതിദേവനെ കുറച്ച് ദിവസമായി കാണുവാനില്ല. കാണാനില്ല. അപ്പോൾ മാൻ മിസ്സിംഗ് ആണ് കേസ്. എപ്പം മുതലേ കാണാതെ എന്നാ പറഞ്ഞേ? തിരുവോണ നാളിൽ പോയതാണ്. അദ്ദേഹം ഇതുവരെ തിരിച്ചെത്തിയിട്ടില്ല. സാധാരണ എവിടെ പോയാലും അദ്ദേഹം അന്ന് തന്നെ തിരിച്ചു വരാറുള്ളതാണ്. അല്ല, തിരുവോണം കഴിഞ്ഞിട്ട് 1-2 ആഴ്ചയായില്ലേ? ഇപ്പോഴാണ് എന്നിട്ട് പരാതി കൊടുക്കുന്നത്?
അത് പിന്നെ അല്ല, കുറച്ചു ദിവസമെങ്കിലും സമാധാനം ഉണ്ടാവുമല്ലോ എന്ന് ഞാൻ നിരീക്ഷിച്ചു. അത് പോയിന്റ്. ആരാണ് സമാധാനം ആഗ്രഹിക്കാത്തത്? അല്ല, നിങ്ങൾ അയാളെ ഫോണോ മറ്റോ ചെയ്ത് നോക്കിയായിരുന്നോ? ഇല്ല, നമ്മളുടെ വീടിനടുത്തൊന്നും റേഞ്ച് ഇല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ആരും മൊബൈൽ ഉപയോഗിക്കാറുമില്ല. റേഞ്ച് ഒന്നും ഇല്ലാത്ത ഏത് പാതാളത്തിലാണോ നിങ്ങളുടെ വീട്? അത് വിട്. എന്താ നിങ്ങളുടെ ഭർത്താവിന്റെ പേര്? ഇന്ദ്രസേനൻ. നല്ല പേര്. കൊച്ചിന്റെ പേര് ദൃഷ്ടദ്യുമ്നൻ എന്നാണോ? അയാളുടെ ഫോട്ടോ എന്തെങ്കിലും ഉണ്ടോ? അദ്ദേഹത്തിന്റെ ചിത്രമൊന്നും എൻ്റെ കൈവശമില്ല. അടിപൊളി. എന്നാ നമുക്കൊരു സ്കെച്ച് വരച്ചാലോ? സ്കെച്ച് വരച്ച് കളിക്കാൻ ഇത് CBIയുടെ ഏറെക്കുറിപ്പല്ല. നീ സമയം കളയാതൊന്ന് ആലോചിച്ചേ. സാധാരണയായി നമ്മൾ മലയാളികൾ ഓണത്തിന് പോയി മിസ്സാവാൻ സാധ്യതയുള്ള സ്ഥലങ്ങൾ ഏതാ? ഇവിടുത്തെ ഏതെങ്കിലും ബാറിൽ പോയി തപ്പിയ ആളെ കിട്ടും. ബോധമില്ലാതെ അവിടെ എവിടെയെങ്കിലും വീണ് കിടപ്പുണ്ടാവും. അയ്യോ, അദ്ദേഹം അത്രക്കാരനല്ല. ഇത് തന്നെ ഇവിടെ വരുന്ന ഒട്ടുമിക്ക ഭാര്യമാരും പറയുന്നത്. മാം, എന്നാൽ ഞാൻ ഇവിടുത്തെ ബാറിലൊക്കെ പോയി ഒന്ന് അന്വേഷിച്ചിട്ട് വരട്ടെ. ഇന്ന് അതിന് 1-ാം തീയതി അല്ലേ? ബാറൊക്കെ അടവല്ലേ? അത് സാരമില്ല മാം, ഞാൻ ഫോൺ ചെയ്താ ബാർ ഇവിടെ വരും. അതേത് ബാറ്? ബോക്സർ സുനി. ഇവിടുത്തെ എല്ലാ ബാറിലെയും സ്ഥിരക്കാരനാണ്. അവനോട് ചോദിച്ചാ ആളെ കിട്ടും. വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ. അവനാ ജംഗ്ഷനിലെങ്ങാനും വീണ് കിടക്കുന്നുണ്ടാവും. നീ പോയി പൊക്കിക്കൊണ്ടിങ്ങ് വാ. ശരി മാഡം, ഞാൻ പോയിട്ട് വരാം. അല്ല, ശരിക്കും അദ്ദേഹം കുടിക്കാറില്ല. നിങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് അധികം നാളായില്ലെന്ന് തോന്നുന്നു. ഇല്ല, കുറച്ചു നാളായിരിക്കണോ. എന്തിനാ അങ്ങനെ ചോദിച്ചത്? അല്ല, ഭർത്താവിനോടുള്ള വിശ്വാസം കണ്ടിട്ട് ചോദിച്ചതാ. ഇവിടെ നീങ്ങി നിൽക്കടാ. എന്താടാ നിന്റെ പേര് ബോക്സർ സുനിന്ന്? നീ എന്താ വലിയ ബോക്സറാണോ? അയ്യേ, ബോക്സർ ആയതുകൊണ്ടൊന്നല്ല. നമ്മ 2 അടിച്ചു കഴിഞ്ഞാൽ പിന്നെ തുണി പണിയൊക്കെ ആ വഴിക്ക് പോവും. അത് കണ്ട് നാട്ടുകാരിട്ട വരാ ബോക്സർ സുനി. മര്യാദക്ക് നീ ചോദിക്കുന്നതിനൊക്കെ ഉത്തരം പറഞ്ഞില്ലെങ്കിൽ ജീവിതകാലം മൊത്തം ഈ ബോക്സറിൽ നിന്നെ ഉള്ളി കിടത്തും. കോൺസ്റ്റബിൾ. ഇവരുടെ ഭർത്താവിന് ഓണം മുതൽ കാണാനില്ല. ഇന്ദ്രസേനൻ എന്ന പേര് നിനക്കറിയാമോ? പിന്നെ അറിയാലോ, ഇന്നലെ കൂടി കണ്ടേ ഉള്ളൂ. ഈശ്വര, ഇന്നലെയോ? എവിടെ വെച്ച്? ടിവിയിലോ? അതെ, സിനിമാടൻ ഇന്ദ്രൻസ് അല്ലേ? വിളച്ചിലെടുക്കല്ലേ. ഇവിടെ 5 കിലോ കഞ്ചാവ് കെട്ടിക്കിടപ്പുണ്ട്. കൂടുതൽ കളിച്ചാൽ എല്ലാം കൂടെ നിന്റെ തലയിൽ കെട്ടിവെക്കും കേട്ടാ. ശരിക്കും ചുമ്മാ കൊതിപ്പിക്കില്ല മേഡം. ഇപ്പൊ ഇത്തിരി സാമ്പിൾ കിട്ടുമോ? ഡാഡാ, നിന്റെ മേലെ കഞ്ചാവ് കേസ് കെട്ടിവെക്കുന്നാ പറഞ്ഞത്. പിന്നെ നീ പുറലോകം കാണത്തില്ല. മേഡം, ഇപ്പോഴോ ഓർത്ത് എൻ്റെ കൂടെ ഒരുത്ത ഓണത്തിനങ്ങോട്ട് ഉണ്ടായിരുന്നു. അവൻ എന്താ തല്ലൊക്കെ കിട്ടിയിട്ട് ഹോസ്പിറ്റലിൽ അങ്ങോട്ടാണ്. ഹോസ്പിറ്റലിലോ? എന്തായാലും വാ, നമുക്ക് ഹോസ്പിറ്റൽ വരെ ഒന്ന് പോയി നോക്കാം. ദാ ഇവനെയും കൂട്ടിക്കോ. ഇതെന്താ ഇവിടെ കിടന്നിങ്ങനെ കറങ്ങുന്നേ? താൻ ചീട്ടെടുത്താണോ? ചീട്ടെടുക്കാൻ ഞാൻ എന്താ തത്തമ്മയാ? എടോ, താൻ ടോക്കൺ എടുത്തിട്ടുണ്ടോന്ന്? ടോക്കണോ? ഞാൻ അതേവരുടെ കൂടെ വന്നതാ. മാഡം, എന്താ പ്രശ്നം? ഇവരുടെ ഹസ്ബൻഡിനെ കുറച്ചു നാളായിട്ട് കാണാനില്ല. ഇവൻ പറയുന്നേ ഇവൻ ആരെയും ഓണത്തിൻ്റെ അന്ന് ഇവിടെ കൊണ്ടൊന്ന് അഡ്മിറ്റ് ആക്കിയെന്നാണ്. അതൊന്ന് അന്വേഷിക്കാൻ വേണ്ടി വന്നതാ. ഓണത്തിന്റെ അന്നോ? അതെ, സത്യം പറ, നിങ്ങൾ അവന്റെ കിഡ്നി എങ്ങാനും ഊരി വിറ്റുവോ? കിഡ്നി ഊരി വിൽക്കാനോ? എന്നെ ദേഷ്യം പിടിപ്പിച്ചാലുണ്ടല്ലോ, വല്ല എനിമയും തന്ന് കിടത്തും. സിനിമയോ? എന്നാ എനിക്ക് രജനീകാന്തിന്റെ കൂലി തന്നെ വേണോ? ഇവനതിന് അസുഖമൊന്നുമില്ല. അത്ര നേരമെങ്കിലും മിണ്ടാതിരിക്കില്ലോ എന്ന് ഓർത്താ. ഓണത്തിന്റെ അന്നൊരു ആക്സിഡന്റ് അഡ്മിഷൻ ഉണ്ടായിരുന്നു. പക്ഷെ അയാൾ ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്കും ഡിസ്ചാർജ് ആയിപ്പോയല്ലോ. ഞാനന്ന് അയാൾക്കൊരു ടാക്സി ബുക്ക് ചെയ്ത് കൊടുത്തിരുന്നു എയർപോർട്ടിലേക്ക്. എയർപോർട്ടാ? ആ ഒരു പാവം റെയിൽവേ ടിക്കറ്റ് പോലും എടുക്കറിയാത്താനാ. സത്യം പറ, നിങ്ങൾ അവന്റെ കിഡ്നി എടുത്ത് വിറ്റില്ലേ? ബൈ ദ ബൈ, ആള് പിടിച്ചു തന്ന കമ്മീഷൻ എനിക്ക് വേണ്ടി വരും. കമ്മീഷനോ? ഇയാൾ എന്തൊക്കെയാ പറയുന്നേ? പിന്നെ ഓണത്തിൻ്റെ അന്ന് വേറൊരു അഡ്മിഷൻ ഉണ്ടായിരുന്നു.
അയാളെ ഇപ്പോൾ തിയേറ്ററിൽ സർജറിക്ക് കയറ്റിയിരിക്കുക. What's going on here? Can't you see this is a hospital? How can I help you? നിനക്കേ ഇംഗ്ലീഷ് അറിയോ? Of course. Hello, doctor. This lady husband missing from Onam. Here in hospital, Anveshikan we came. Okay, but as public servants, I expect you to be considerate of the surroundings. എന്താ? മനസ്സിലായില്ല? അവർക്ക് സറൗണ്ടിങ്സ് ഒക്കെ ക്ലീൻ ചെയ്യാൻ സർവന്റിനെ വേണമെന്ന്. പൂവറസായി ഇംഗ്ലീഷ് ഒന്നും വലിയ പിടിയില്ല. Unbelievable. Actually, there is an accident case, but he's under anesthesia at the moment, so I can't let you in now. അയ്യോ, അനസ്തേഷ്യോ? അതാരാ? എനിക്ക് അപ്പോഴേ അറിയായിരുന്നു ആരുടെയെങ്കിലും കൂടെ പോയിട്ടുണ്ടാവുമെന്ന്. അയ്യോ, അത് ഒരാളല്ല. ഓപ്പറേഷൻ ചെയ്യുന്നതിന് മുമ്പ് രോഗിയെ മയക്കി കിടത്താൻ കൊടുക്കുന്ന ഒരു ഇഞ്ചക്ഷനാണ്. അയാൾക്കിപ്പോൾ സംസാരിക്കാൻ പറ്റത്തില്ല. അയ്യോ, സംസാരിക്കാൻ പറ്റണില്ലേ? എന്തു പറ്റി? വീട്ടിൽ നിന്ന് പോയപ്പം ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ. പേടിക്കണ്ട, വേദന അറിയാതിരിക്കാൻ ഒന്നും ബോധം കെടുത്തേന്നേ ഉള്ളൂ. നമ്മുടെ ഡോക്ടർ ഒരു മയക്കു വിദഗ്ധയാണ്. ആ, അത് കൊള്ളാലോ. എനിക്കൊരെണ്ണം കിട്ടുമോ? ആ, അല്ലേ എത്ര കാർബൂട്ട് കയറി ഇറങ്ങിയാലോ ഒന്ന് ബോധം കെടാൻ പറ്റുന്നത്. ഈയടോ, ഇയാളെ എവിടെയെങ്കിലും കൊണ്ട് വിട്. അതെ ഡോക്ടർ, ഇവരൊന്ന് നോക്കിക്കോട്ടെ. ഇപ്പം നമ്മൾ ഉദ്ദേശിക്കുന്ന ആളല്ലെങ്കിൽ ഞങ്ങൾക്കൊക്കെ അങ്ങ് പോവാലോ. I'm really sorry, I can't allow that. റെക്കോർഡ്സിൽ ഇയാളുടെ ഒരു ഫോട്ടോ ഉണ്ട്. അയാളാണോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കേ. നൂറ്റിക്കണക്കിന് സായിപ്പന്മാരുടെ തലകൾ അരിഞ്ഞു വീഴ്ത്തിയ എന്റെ ഖഡ്ഗമേ, നിന്നോട് വിട. ഏയ്, ഇങ്ങനെയല്ല. എന്റെ ഭർത്താവ് ഇങ്ങനെയൊന്നും അല്ല. ഈശ്വര, എന്നാലും എന്റെ പ്രാണനാഥന് എന്തു പറ്റി? പ്രാണനാഥനോ? ഇതെന്താ ഇവിടെ ഒച്ചയും ബഹളമൊക്കെ? വല്ല പരിപാടിയും നടക്കുന്നുണ്ടോ ഇന്ന്? ഇന്ന് ഇവിടുത്തെ അസോസിയേഷന്റെ ഓണപരിപാടിയാണ്. എനിക്കിനി പോയിട്ട് വേണം റെഡിയായി വരാൻ. അയ്യോ, ദാ എന്റെ ഭർത്താവ്. ഇത്ര ദിവസം അങ്ങ് എവിടെയായിരുന്നു? ഞാൻ എവിടെയൊക്കെ അന്വേഷിച്ചു എന്ന് അറിയാമോ? ഇത് മഹാബലി തമ്പുരാനല്ലേ? നിങ്ങളുടെ ഭർത്താവ് ഏതോ ഇന്ദ്രസേനനാണെന്നല്ലേ പറഞ്ഞേ? അതെ, അദ്ദേഹത്തിന്റെ പേര് ഇന്ദ്രസേനൻ എന്നാണ്. മഹാബലി എന്നാണ് പ്രജകൾ വിളിക്കുന്നത്. എന്നാലും തിരുവോണത്തിന് അന്ന് പോയിട്ട് അങ്ങ് ഇത്ര നാളെ എവിടെയായിരുന്നു? ഭവതി എന്നോട് ക്ഷമിക്കണം. ഈ കശ്മലന്മാർ എന്നെ ബന്ധനസ്ഥനാക്കിയിരിക്കുകയായിരുന്നു. ഭവതിയെക്കുറിച്ച് ഓർക്കാത്ത ഒരു നിമിഷം പോലും ഇല്ലായിരുന്നു. ബന്ധനസ്ഥനാ? എടാ, നീയാണോ ഇദ്ദേഹത്തെ തട്ടിക്കൊണ്ടു പോയത്? സത്യം പറഞ്ഞോണം, നീയൊക്കെ കുറുവ സംഘത്തിൽ പെട്ടതല്ലേ? അയ്യോ മാഡം, പിടിവിട്. ഞാൻ പറയട്ടെ, പച്ചക്കള്ളമാണ് ഇദ്ദേഹം പറയുന്നത്. മാർക്കിന്റെ പരിപാടിക്ക് മാവേലി ആവാൻ ആരും തയ്യാറായിരുന്നില്ല. ഒരു ഒറിജിനൽ മാവേലിയെ കിട്ടിയപ്പം ഞങ്ങൾ കൊണ്ടുപോയി എന്നുള്ളത് ശരിയാണ്. പക്ഷെ ഞങ്ങൾ ബന്ധനസ്ഥനൊന്നും ആക്കിയില്ല. കുറെ പ്രാവശ്യം പോകാൻ പറഞ്ഞിട്ട് ഇദ്ദേഹം ഞങ്ങളുടെ പിന്നാലെ തന്നെ കൂടി. മാഡത്തിന് വിശ്വാസമായില്ലെങ്കിൽ ഞങ്ങളുടെ CCTV പരിശോധിച്ചാൽ അറിയാം. സ്വർഗത്തിലോ നമ്മൾ സ്വപ്നത്തിലോ സങ്കൽപ്പ ഗന്ധർവ ലോകത്തിലോ ദീപങ്ങളോ മണ്ണിൻ താരങ്ങളോ നാദങ്ങളോ ദേവരാഗങ്ങളോ സ്വർഗത്തിലോ നമ്മൾ സ്വപ്നത്തിലോ സങ്കൽപ്പ
ചെയ്യാൻ അങ്ങേക്ക് എങ്ങനെ തോന്നി? പാതാളത്തിലേക്ക് വാ, ഇവിടെ പ്രജകളുടെ മുന്നിലായോണ്ട് നാം ഒന്നും പറയുന്നില്ല. അതെ പ്രിയതമേ, ഒന്ന് കേൾക്കൂ. എന്തായാലും ഇവിടെ വരെ എത്തിയില്ലേ, നമുക്കിനി ഇവരുടെ ഓണം കൂടി ഒന്ന് കളറാക്കിയിട്ട് പോകാം. അതാണ്, അപ്പൊ നമുക്ക് പൊളിക്കാം. ചേട്ടാ, കൊട്ടു തുടങ്ങിക്കോ. മന്ദാരക്കാവിലെ വേലപുരം കാണാൻ എന്തടക്കും ഞാന് നമുക്കും പോകണ്ടേ. മന്ദാരക്കാവിലെ വേലപുരം കാണാൻ എന്തടക്കും ഞാന് നമുക്കും പോകണ്ടേ. മന്ദാരക്കാവിലെ വേലപുരം കാണാൻ എന്തടക്കും ഞാന് നമുക്കും പോകണ്ടേ. ഞങ്ങളെ കാത്തോളേ Puturko puparika pogila movimena te pakilamo. Kalakata sandana mera bhagvaga puturko puparika pogila movimena te pakilamo. La la le la le la le la le la le la la le la la le la le la le la le la le la la le. Sandana mera bhagvaga puturko puparika pogila movimena te
गजाननं भूतगणादिसेवितं कपित्तजम्बूफलसारभक्षितं उमासुतं शोकविनाशकारणं नमामि विघ्नेश्वर पादपङ्कजम् यामि यामि भैमि कामितं शीघ्रं साधयिष्यामि सामि साधितं मया यामि यामि भैमि कामितं शीघ्रं साधयिष्यामि सामि साधितं मया नामिह सेविച്ചു നിൽപ്പു ഭീമരാജൻ ചൊല്ലു കേൾപ്പു
രേവതിയും നാളികലോചനമാരേ നാം വിളകളഞ്ഞു വിവിധമൊരു നാളികലോചനമാരേ നാം വിളകളഞ്ഞു വിവിധമൊരു കേളികളാടി മുദരാഗമാലകൾ പാടി കരം കൊട്ടിച്ചാലവേ ചാടി തിരുമുന്നിൽ താളത്തോടു മേളത്തോടു മേളിച്ചനുകൂലത്തോടു മാളികളെ നടനം ചെയ്യണം താളത്തോടു മേളത്തോടു മേളിച്ചനുകൂലത്തോടു മാളികളെ നടനം ചെയ്യണം നല്ല കേളി ജഗത്തിൽ വളർത്തിടണം Hello, check. 2:15 ഫസ്റ്റ് പ്രോഗ്രാം ജൂനിയർ ഗേൾസ് ഡാൻസ് ആണ് 8, 7 to 10. അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന മിത്ര ആൻഡ് സെലിൻ റോസ് രണ്ടുപേരും സ്റ്റേജിന്റെ സൈഡിലേക്ക് വരേണ്ടതാണ്. മിത്ര ആൻഡ് സെലിൻ റോസ്. പായസം വരുന്നത് നമുക്ക് 2 പായസമാണ്, അടപ്രഥമൻ സേമിയ. നിങ്ങൾക്ക് ഗ്ലാസ് വേണമെന്നുണ്ടെങ്കിൽ ഗ്ലാസ്സിലിരിക്കുന്ന വെള്ളം കുടിക്കുക, എന്നിട്ട് ഗ്ലാസ് കാണിക്കുക, അപ്പോൾ ഒഴിച്ചു തരുന്നതായിരിക്കും. നമുക്ക് ഓരോ ഐറ്റത്തിനും ഓരോ ഗ്ലാസ് തരാനുള്ള പ്രൊവിഷൻ ഇല്ല. താങ്ക് യു സോ മച്ച്. ഹലോ, നെറുകിൽ തൊട്ടുതലോടി കഥകൾ പാടിയുറക്കാൻ വരുമോ ചാരേ നിന്നച്ഛൻ. ചിറകുകളിൽ കിളുങ്കും തരിവലയേകി കുഞ്ഞി ചുണ്ട് പൊന്നും തെനും തനു മമ്മൂട്ടി പിച്ച് വെക്കാൻ കൂടെ വന്നു കൈനീട്ടി മെനങ്ങും മെനാമിനുങ്ങേ മിനി മിനി തരുണതാരേ വരുമോ ചാരേ നിന്നച്ഛൻ വരുമോ ചാരേ നിന്നച്ഛൻ. കുത്തത്തും മാണിക്ക് കല്ലിന്റെ കമ്മലിതം നീലം തിങ്കുലും മാതാൻ പോലെ തേജത്തു പാട്ടും പാടിയില്ലേ. താരകന്നൊരു മോതിരം കൊണ്ടു നിൻ കുഞ്ഞിളം നാവിന്മേൽ തൂകിയൊരക്ഷരം ചൊല്ലിത്തരില്ല മിന്നാമിന്നീ നീ. പകലിരവാകെ
മിന്നി മിന്നി തേടുന്നതാരേ വരുമോ ചാരേ നിന്നച്ഛൻ വരുമോ ചാരേ നിന്നച്ഛൻ വരുമോ ചാരേ നിന്നച്ഛൻ. Hello? A big round of applause for Premalangal and Anvida. Thank you so much. That was amazing. What a wonderful set of performances. A big thank you to all our talented singers. We hope you're enjoying the Sadhya and the festive spirit of Onam. There's much more to come, so stay with us. The celebrations have only just begun. എല്ലാവർക്കും ഒരു ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. Happy Onam, everyone. ഹലോ ആൻസി എവിടെ ഉണ്ടെങ്കിലും സ്റ്റേജിനടുത്ത് വരേണ്ടതാണ്. താങ്ക് യു. ആൻസി എല്ലാവരുടെയും അറിവിന് ഈ പന്തി സദ്യ കഴിഞ്ഞിട്ട് നമ്മൾ സദ്യ സൈഡിലേക്ക് മാറ്റുകയാണ്. ആൻഡ് വി ആർ റീഅറേഞ്ചിങ് ദ ചെയർസ് ഹിയർ. ദെൻ ദ പെർഫോമൻസ് വിൽ റെസ്യൂം ഓൺ ദ സ്റ്റേജ്. പൊട്ടിപ്പാറണ തേരാണേ ആഘോഷത്തേരാണേ
ആരാടണതാരാണേ ആകാശക്കൂടാണേ ഇതിലേ വരുന്നീ മധുചന്ദ്രികയേ ഇവരിൽ മധുരം മതിയേ എന്താടിമാനത്തമ്മാനമാടാൻ എന്താടി മൈനേ ചെല്ലാതടി തമ്പ്രാന്റെ കയ്യിൽ എന്താണ് പെണ്ണെ പൊന്നാട വാങ്ങാൻ വയ്യാതടി tracks are മാറ്റിയില്ലേ if they are confused you show this you just don't show them, just tell them that track name ഇതാണ് അല്ലെങ്കിൽ whatever it is the file name. They should be fine. They should be fine. They should be fine in case if there is a confusion like this time. There was a confusion, right? Yes. Thank you so much, Junior Girls 7 to 10 Dance, for that amazing performance. Once again, that was Selin Rose, Aishra, Mitravinda, Selena, Nora, and Shia. What a wonderful performance that was. We've seen the energy of our younger juniors. Now it's time for our older juniors to shine. The stage now belongs to our junior girls aged 10 to 12. Let's please give them a round of applause.
ഒരു പഞ്ചവർണ്ണ കിളി ചൊല്ലി. കേൾക്കണോ പ്രിയ കൂട്ടരെ, അവൾ കൊഞ്ചി പറഞ്ഞ കഥ, അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ. Come on guys, അവസാനത്തെ പാട്ടാണ്. കേൾക്കണോ പ്രിയ കൂട്ടരെ, അവൾ കൊഞ്ചി പറഞ്ഞ കഥ, അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ. കേൾക്കണോ പ്രിയ കൂട്ടരെ, അവൾ കൊഞ്ചി പറഞ്ഞ കഥ, അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ. തുഞ്ചൻ പറമ്പിൽ നിന്നും ഒരു പഞ്ചവർണ്ണ കിളി ചൊല്ലി. തുഞ്ചൻ പറമ്പിൽ നിന്നും ഒരു പഞ്ചവർണ്ണ കിളി ചൊല്ലി. കേൾക്കണോ പ്രിയ കൂട്ടരെ, അവൾ കൊഞ്ചി പറഞ്ഞ കഥ, അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ. കേൾക്കണോ പ്രിയ കൂട്ടരെ, അവൾ കൊഞ്ചി പറഞ്ഞ കഥ, അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ. കൊച്ചി കണ്ട് കോട്ട കണ്ട് കൊച്ചിയിലെ അഴിമുഖം കണ്ടേ, ഒരു കൊച്ചിക്കാരി പെണ്ണിനെ കണ്ടേ. കൊച്ചി കണ്ട് കോട്ട കണ്ട് കൊച്ചിയിലെ അഴിമുഖം കണ്ടേ, ഒരു കൊച്ചിക്കാരി പെണ്ണിനെ കണ്ടേ. കേൾക്കണോ പ്രിയ കൂട്ടരെ, അവൾ കൊഞ്ചി പറഞ്ഞ കഥ, അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ. കേൾക്കണോ പ്രിയ കൂട്ടരെ, അവൾ കൊഞ്ചി പറഞ്ഞ കഥ, അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ. Thank you. Thank you so much for that beautiful performance. That was absolutely amazing. Can we say a big thank you to Bobby, Charisma, Lakshmi, Jewel, Kavita, and Gitanjali. Thank you so much, everyone. Joining us now on stage for our next performance is definitely a performance you don't want to miss. Please welcome our GCSE girls. We give them a round of applause, please. Do you? झूठी खाई थी कसम जो निभाई नहीं, वो झूठी खाई थी कसम जो निभाई नहीं, झूठी खाई थी कसम जो निभाई नहीं, काटी रात मैंने खेतों में तू आई नहीं।
ആലായാൽ തറ വേണം, അടുത്തോരമ്പലം വേണം, ആലിന്നു ചേർന്നൊരു കുളവും വേണം. ആലായാൽ തറ വേണം, അടുത്തോരമ്പലം വേണം, ആലിന്നു ചേർന്നൊരു കുളവും വേണം. കുളിപ്പാനായി കുളം വേണം, കുളത്തിൽ ചെതാമര വേണം, കുളിച്ചു ചെന്നകം പൂകാൻ ചന്ദനം വേണം. ആലായാൽ തറ വേണം, അടുത്തോരമ്പലം വേണം, ആലിന്നു ചേർന്നൊരു കുളവും വേണം. പൂവായാൽ മണം വേണം, പൂമാനായാൽ ഗുണം വേണം. പൂവായാൽ മണം വേണം, പൂമാനായാൽ ഗുണം വേണം. പൂമാനി മകളായാൽ അടക്കം വേണം. നാടായാൽ നൃപ്പൻ വേണം, അരികെ മന്ത്രിമാർ വേണം. നാടായാൽ നൃപൻ വേണം, അരികെ മന്ത്രിമാർ വേണം. നാടിന് ഗുണമുള്ള പ്രജകൾ വേണം. യുദ്ധത്തിങ്കൽ രാമൻ നല്ലു, കുലത്തിങ്കൽ സീത നല്ലു. യുദ്ധത്തിങ്കൽ രാമൻ നല്ലു, കുലത്തിങ്കൽ സീത നല്ലു. ൂണുറക്കമുപേക്ഷിപ്പാൻ ലക്ഷ്മണൻ നല്ലു. പടയ്ക്കു ഭരതൻ നല്ലു, പറവാൻ പൈങ്കിളി നല്ലു. ആ പടയ്ക്കു ഭരതൻ നല്ലു, പറവാൻ പൈങ്കിളി നല്ലു. പറക്കുന്ന പക്ഷികളിൽ ഗരുഡൻ നല്ലു. ആലായാൽ തറ വേണം, അടുത്തോരമ്പലം വേണം, ആലിനു ചേർന്നൊരു കുളവും വേണം. check Uncle to not to introduce anyone yet. Because Dazzler, Dangerous is already. No, Dazzler is ready. Dazzler's, yeah. You go. No, you go. Come. Thank you so much for that amazing performance. So that would be, hold on, Olivia, which one is it? Oh yeah, Ashwini, Deepthi, Julie, Deepthi, Gayatri, and Tina. Thank you. For our next performance, we have a very fun-filled, exciting, jam-packed performance from the Dazzlers. Can we please give them a round of applause? Oh, sorry, bro, I keep hitting you.
ആലായാൽ തറ വേണം, അടുത്തോരമ്പലം വേണം, ആലിന്നു ചേർന്നൊരു കുളവും വേണം. ആലായാൽ തറ വേണം, അടുത്തോരമ്പലം വേണം, ആലിന്നു ചേർന്നൊരു കുളവും വേണം. കാന്ത ഞാനും വരാം തൃശൂർ പൂരം കാണാൻ. കാന്ത ഞാനും വരാം തൃശൂർ പൂരം കാണാൻ. കാന്ത ഞാനും വരാം തൃശൂർ പൂരം കാണാൻ. പൂരമെനിക്കൊന്നു കാണണം കാന്ത, പൂരമെനിക്കൊന്നു കാണണം കാന്ത, പൂരമെനിക്കൊന്നു കൂടണം കാന്ത, പൂരമെനിക്കൊന്നു കൂടണം കാന്ത. വിലയെനിക്കൊന്നു കാണണം കാന്ത, വിലയെനിക്കൊന്നു കാണണം കാന്ത, വിലയെനിക്കൊന്നു കൊട്ടണം കാന്ത, വിലയെനിക്കൊന്നു കൊട്ടണം കാന്ത. കാന്ത ഞാനും വരാം തൃശൂർ പൂരം കാണാൻ. കാന്ത ഞാനും വരാം തൃശൂർ പൂരം കാണാൻ. ചിന്നി ചിന്നി മിന്നി തിളങ്ങുന്ന വാരുളി കണ്ണനക്ക്, പൂവരശ് പൂത്ത കണക്കനെ അഞ്ചുന്ന ചേലനക്ക്, നട നട അന്ന നട കണ്ട തെയ്യം മുടിയടിക്കും നമുക്ക് വെള്ളിക്കിണ്ണം തുള്ളിത്തുളുമ്പുന്ന ചേല്. പൂവമ്പന്റെ കോലച്ചു വെച്ചൊരു കരിമ്പൂവില്ലത്ത പാടത്തലവാ, വളെടുത്തു വീശല്ലേ ഞാനത് മുരിക്കും പൂവാക്കും. അല്ലിമലർ കുളക്കടവിലയലുതി പെണ്ണുങ്ങ കണ്ടുപിടിക്കും, നാട്ടു നടപ്പൊത്തവർ നമ്മളെ കെട്ട് നടപ്പാക്കും. എന്തെല്ലാം പാടിയിട്ടും മിണ്ടാതെ മിണ്ടിയിട്ടും മിണ്ടിയില്ല നീ, എന്നിട്ടും നീ എന്ത്? ചിന്നി ചിന്നി മിന്നിത്തിളങ്ങുന്ന വാരോളി കണ്ണെനക്ക്, പൂവരശ് പൂത്ത കണക്കനെ അഞ്ചുന്ന ചേലനക്ക്, നട നട അന്ന നട കണ്ട തെയ്യം മുടിയടിക്കും. നോക്ക് വെള്ളിക്കിണ്ണം തുള്ളിത്തുളുമ്പുന്ന ചേല്. എന്റെ അമ്മയുടെ ചുമക്കി എന്റെ പെണ്ണോട് പോയി എന്റെ എന്റെ അമ്മ എന്റെ അമ്മ ചുമക്കി എന്റെ പെണ്ണോട് പോയി എന്റെ എന്റെ അമ്മ കുടിച്ചു ഇവിടൊരു ജാഗരയും വേലകളിയും ഒത്തു വന്നപ്പോൾ ചിലരുടെ തോത്തുകീറി പോയ കാര്യം ഒത്തുപോകവേ അലകളെ കാറ്റിനൊരു കാതുകൊണ്ടാൽ പാടുവിടേണ്ട സഹജര സേനാപതി വീര പടുകാമലോലുവാ. നാടിൻ നന്മകനെ പൊന്മകനെ മുത്തായവനെ നിന്നും സൂര്യനും ചന്ദ്രനും നയവനെ കാലം കാത്ത് വച്ച രക്ഷകനെ സംഹാരകനെ അണ്ണൻ നിശവച്ചോരാട്ട പുലി പണ്ടയാപത്ത് ഹട്ടച്ചോര കൊണ്ട് ജ്യൂസടിച്ച് സോഡ സമ്പത്ത് മതയാതെ കരുത്തിനും കരുത്ത് ഇവനെ പടച്ചൊക്കെ
കണ്ണത്തി കടകണ മുണ്ടത്തി പരലിങ്ങ കട്ടു ചല ചലമ പോട്ടി മാനത്ത് പറകണ ചമ്പരുന്തിന്റെ കണ്ണു ചല ചലകി പോട്ടി കണ്ണു ചല ചലകി പോട്ടി മലകിലെ തക്കം മരത്തിലെ കാറ്റിൻ കൊഞ്ചലോ പെണ്ണേ നീ കണ്ണേ താമരേ കാതിൽ തേന്മഴേ കണ്ടം പൂട്ടടി പൂഞ്ചോലേ പാടം പൂത്തതറിഞ്ഞോടി പൂവരമ്പിൽ വാടി കന്നി മടന്തേ കാടൻ കാറ്റു കിതച്ചോടും ഞാറ്റിറമ്പിൽ കൂടാം കാട്ടുകരിമ്പേ താനക 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 താതിരുന്തോ Thank you everyone for waiting. So sorry for the delay. I would like to say another well done and thank you to the group that just had gone. And that was Geetanjali, Ramya, Maya, Charisma, Lakshmi, Sabna and Ansi. Thank you. We will now be having a classical solo dance from Randika. So can we please give her a round of applause? Tam dhim taranata, tam dhim taranata, dinada kita 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 tam dhim taranata. Tam dhim taranata, tamita tajjam tagattajjam tagadikutajjam tamita tajjam tagattajjam tagadikutajjam tamita tajjam tagattajjam tagadikutajjam tamita tajjam tagattajjam tagadikutajjam मृदुल पद निकट तरंगो तुंग ताटंक निर्तक
तै तक तधिमित किट तक ता किट तक जग दृग जगनं नं तक जग दृग जगनं नं यमुना तटाक तुंग तरंगम हिमकर स्थिमित रमित शुभांगम हितस्ततश्चर करुणापांगम यतिवर हृदय सरोरुह भृंगम तिनत तिल्लान दृगट तिल्लान तिलक सिंधूर अलक श्रृंगार वदन गंभीर उरग फण संचार नंद सुकुमार नवनीत तदिचोर चंदमणिहार जलज भवन कधीर जय विजयी भव नंद कुमार भज जन परमानंद किशोर कालीय नटनानंद गंभीर करुणा रसयुत भाव शरीर धीम तताम तधीम तताम ततै धीम तत्ताम तधीम तत्ताम ततै धिमित धिमित किट तक धीम तताम तधीम तताम ततै धिमित किट तक जगुण गुणं तरित गुण गुणं तद्धिमित ताग धिमित किट तक व्रज कुमार महिमालंक वनमाला दुरंधर कृत कृताधार तज्जं तत्तकजं तत्तकणं तत्ततुरंग ताकुथनं तरित तकुजनं तरिता कणं तरित धिमित किट जनुता कुथनं तत्तकुजनं तरिता घनं तरित धिमित किट तक अद्भुत नर्तन चित्रित मुद्रित विद्युतमुद्भवम् अद्भुतमद्भुतताम् ताकुधनं तरित तकुधनं तरिता घनं तरित धिमित किट तक अद्भुत नर्तन चित्रित मुद्रित विद्युतमुद्भवम् अद्भुतमद्भुतता कुधनं तरित तकुधनं तरिता घनं तरित धिमित किट तक दिदिसुत काल विधिनुत शील अतिशय नील धृत पदलोल ताकुधनं तरित तकुधनं तरिता तधिमित किट धिमिताग धिमित किट धिमिताग धिमित किट धिमिताग तथा तत्तों तत्तै तत्तगतगतों तरिकिट ताकुधनं तरित तकुधनं तरिता घनं तरित धिमित किट तक तद्धिमितितय तरिकिट तकता तच्छं अतिशय सुख निरुपमकर पादछं सरसमोह मुरली रवनाथ सकल लोक सम्मोहन गीत तक्कुधिन्न तक धिन्नं किट तक तातैतांग तातैता गृग तक तक धिन्न तांग तातैतांग तातैता कदम्ब किसलय मिलित नूपुर पतञ्जलित कृत पादत्तां तिल्लान दृग तिल्लाना किट तुंग नन्नं किट तुंग तेय्य तुंग तरिकिट ता तधीं ततों तनं तकजोरक बन्धक भुजंग शिरसि चरणं चलनं कृतनं तदनं चित चंद्र वदन कर कंकण किंकिट्नं गणनं पदतक तक दिमि दिमि जनु जनुता तता ततिल्लान कनक भूषण तकिट तकस्तटाक मुखवर मंदस् मद मधुकर मधुपतरल समरगन कमल दल चलन मुनि हृदयमपि चोर चातुर दयाकर